ഹായ് ഡിയേഴ്സ്, ഗ്രാമർ ഇല്ലാത്ത നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാലോ? ഹാവ് ടു എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നമുക്ക് ആ കാര്യം ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഉത്തരവാദിത്തത്തോടെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഹാവ് ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. ഐ യു ദേവി ഇത് വരുന്ന സമയത്ത് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യണം. ഹി ഷീ ഇറ്റ് ഇത് വരുന്ന സമയത്ത് നമ്മൾ ഹാവ് ടു അല്ല, അതിൻ്റെ പകരം ഹാസ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാവ് ടുവിൻ്റെ കൂടിയും ഹാസ് ടുവിൻ്റെ കൂടിയും വെർബിൻ്റെ ഫസ്റ്റ് ഫോം, ബേസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി എക്സാമ്പിൾസ് നോക്കുക. ഐ ഹാവ് ടു വേക്കപ്പ് ഏർലി, എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം. അത് നമ്മൾ ഉത്തരവാദിത്തത്തോടെയും ചെയ്യും, ഫോഴ്സ്ഫുള്ളിയും ചെയ്യും അല്ലേ. അപ്പം ഐ ഹാവ് ടു വേക്കപ്പ് ഏർലി, എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം. വി ഹാവ് ടു വിയർ യൂണിഫോം, ഞങ്ങൾക്ക് യൂണിഫോം ധരിക്കണം. യു ഹാവ് ടു സ്റ്റഡി ഹാർഡ്, നീ നന്നായിട്ട് പഠിക്കണം. ദേ ഹാവ് ടു പേ ദ ഫീസ്, അവർ ഫീ അടക്കണം. ഐ ഹാവ് ടു ക്ലീൻ മൈ റൂം, ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കണം. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾക്ക് വേണ്ടിയിട്ടാണ് ഹാവ് ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് ആണ് ഹി ഷീ ഇറ്റ്. ഇത് വരുന്ന സമയത്ത് ഹാസ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾസ് നോക്കുക. ഷീ ഹാസ് ടു കുക്ക് ഡിന്നർ, അവൾ ഡിന്നർ കുക്ക് ചെയ്യണം. ഹി ഹാസ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്, അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. മൈ ഫ്രണ്ട് ഹാസ് ടു സ്റ്റഡി ഫോർ എക്സാം, എൻ്റെ ഫ്രണ്ട് എക്സാമിന് പഠിക്കണം. ദ ബസ് ഹാസ് ടു സ്റ്റോപ്പ് ഹിയർ, ഈ ബസ് ഇവിടെ നിർത്തണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹാവ് ടു അതുപോലെ തന്നെ ഹാസ് ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്.